ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇപ്പം ബോംബെയിലാണ്. നമ്മളിന്ന് ബോംബെയിൽ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു ആവശ്യത്തിനാണ് ബോംബെയിലോട്ട് വന്നത്. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിയിട്ട് വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ നിൽക്കാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെല്ലാ അപ്പാർട്ട്മെൻറ്റ്സും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എയർബിഎൻബി ത്രൂ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം നമ്മൾ വേറൊരു അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്ഥലങ്ങളിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരുപാട് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളത് കാരണം കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ബോംബെയിൽ വന്നല്ലോ, അപ്പോൾ കുറച്ച് സ്ഥലങ്ങളെങ്കിലും കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഊബർ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിലേക്ക് എല്ലാ ലഗേജസും കയറ്റാണ് കേട്ടോ. ഞങ്ങൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വണ്ടി തന്നെ എന്തായാലും വേണം. ചില വണ്ടികളിലൊന്നും ഇതേപോലെ ബാക്കിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല കേട്ടോ നമ്മളെ ലഗേജ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടികളായിരിക്കണം നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണി തന്നെയായിരുന്നു കേട്ടോ അവിടേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നീണ്ട 1.25 മണിക്കൂറിൻ്റെ ജേർണി കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൂമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് കേട്ടോ വന്നത്. കാരണം ഒരു വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടി പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ 2ാമത്തെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഒരു കമ്മ്യൂണിറ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലാണ്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഒരു റൂം ബുക്ക് ചെയ്യുമ്പം ഞങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് സിറ്റീൻ്റെ അടുത്താണോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റീൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല റൂം കിട്ടിയത് ഈ ഒരു റൂമാണ്. അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കോഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റും. പ്രോപ്പർ ഒരു എയർബിഎൻബി റൂമായിരുന്നു. അത്രയും സൂപ്പറായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല എയർബിഎൻബിയിൽ ഇവർ സൂപ്പർ ഹോസ്റ്റുമാണ്. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മലബാർ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ½ അവറിനുള്ളിലൊക്കെ ഫുഡ് വരുമായിരിക്കും. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടതൊക്കെ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ കണ്ടുവച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓണാവുക. അപ്പോൾ ആ സമയത്ത് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സിനിമ കാണാൻ വേണ്ടി വെച്ചപ്പോഴാണ് നമ്മളെ ഫുഡ് ഇതാ അറൈവ് ആയിട്ടുണ്ട്. നമ്മളിന്ന് പൊതിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ആയിട്ട് മലബാറി ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, 2-3 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതിച്ചോറ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മലബാറി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടുന്ന് ഈ ഒരു പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ചെറിയ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അർജുൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ആ ഫോട്ടോസിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങാം. ഒരു ഈവനിങ് ഒക്കെ ആയപ്പം വെയിലൊക്കെ ഒന്ന് താഴ്ന്നപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനായി. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്കവിടെ താജ് ഹോട്ടലൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു പാലം ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങളിതാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾക്ക് ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വേഗം നടക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ആണെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ താജ് ഹോട്ടൽ കാണാൻ വേണ്ടി എന്തൊരു ഭംഗിയാണെന്നറിയോ. ഭയങ്കര
ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് അതിൻ്റെ കഥകളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ടായിട്ട് അതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. അവരുടെ രാജകുമാരിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗേറ്റ് വേ ആയിരുന്നു ഇതെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഗേറ്റ് വേനെക്കാട്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നത് താജ് ഹോട്ടലാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു തിരിച്ചു പോകാമെന്നുള്ളത്. കാരണം ഇത്ര തന്നെ ട്രാഫിക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബേൽപൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യല്ല, അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേൽപൂരിയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരുപാട് പേര് സാധനങ്ങളൊക്കെ എടുത്ത് ഓടുന്നത് കാണുന്നത്. അതായത് ഇവിടെ വിൽക്കുന്ന ആൾക്കാരൊക്കെ സാധനങ്ങൾ എടുത്ത് ഓടുന്നു. ഇങ്ങനെ സ്ട്രീറ്റിൽ വിൽക്കുന്നത് ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അതും ഈ ഒരു സ്ഥലത്ത് വിൽക്കുന്നത് അലൗഡ് അല്ല. അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ സാധനങ്ങൾ എടുത്ത് ഓടുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ വേസ്റ്റിലേക്ക് തട്ടുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മെറൈൻ ഡ്രൈവ് ബീച്ചിലേക്കാണ്. എന്നിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും കുറേ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആളുകൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം അവരിങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കിയിരുന്നു. സ്ഥിരമായിട്ട് കാണുന്ന ഡോഗ്സാണെന്ന് തോന്നുന്നു. ഭയങ്കര കമ്പനിയായിട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ മേടിച്ച് രാത്രി ഇന്ന് അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് ദോശയാണ് കേട്ടോ. ദോശേൻ്റെ കൂടെ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരെ നാഷണൽ പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു നാഷണൽ പാർക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബസ്സിലേക്ക് കയറിയിരിക്കാൻ പറയും. എന്നിട്ട് ഈ ബസ് ഫുള്ളാകുമ്പോഴാണ് കേട്ടോ ഇവിടുന്ന് ബസ് എടുക്കുന്നത്. ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. AC ബസ്സൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ അവർ കൊണ്ടുപോകുന്നത് കൻഹേരി കേവ്സിലേക്കാണ് കേട്ടോ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കേവ്സ് ആണ്. അവിടെ ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴി കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ. ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. അതിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റ്സോളം ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യും അവിടെ. എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടാണ് ഈ കേവ്സിലേക്കൊക്കെ പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. കുട്ടി കുട്ടി കടകളുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ. ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 30% മാത്രമേ അതിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത്രയും ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ദൂരം സ്റ്റെപ്സാണ്. അതിനുശേഷം ഫുള്ള് കേവ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആ സ്റ്റെപ്സിലൂടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് എൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന കേവ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ കൊത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കാണുന്ന രൂപങ്ങളൊക്കെ അവർ കൊത്തിയെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹിസ്റ്റോറിക് പ്ലേസസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ മുകളിലോട്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അവിടുന്ന് ചെറുതായിട്ടൊന്ന് തെന്നി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ താഴത്തെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു പച്ചമാങ്ങ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട്. കാരണം കുറച്ച് ടൈം ബസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് വന്നതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഇതിനുള്ളിൽ തന്നെയുള്ളൊരു ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവിടെ കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. കാരണം അവരെല്ലാവരും ലഞ്ചിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 hours കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ തിരിച്ചിറങ്ങി നേരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് ബുദ്ധ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് ഒരുപാട് കണ്ട് ആസ്വദിച്ച് അതേപോലെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഫുൾ ഗോൾഡൻ കളറിലാണ് കേട്ടോ അവർ ചെയ്തിട്ടിരിക്കുന്നത്.
അതിനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളോട്ട് കയറിയപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ച് നടക്കാനോ കൈ പിടിച്ച് നടക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി.